ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ടോപ്പിക്സ് എല്ലാം കഴിഞ്ഞ് റിവിഷനിലേക്ക് കാലെടുത്ത് വെച്ച സമയമാണ്. തീർച്ചയായും നിങ്ങൾ റിവിഷൻ പ്ലാനുകൾ അല്ലെങ്കിൽ റിവിഷൻ സ്ട്രാറ്റജികൾ പല കുട്ടികളും വ്യത്യസ്തമായിട്ടാണ് ഫോളോ ചെയ്യാറ്. പക്ഷേ നമ്മളെ കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊമേഴ്സ് സബ്ജക്റ്റ് പഠിക്കുന്ന കുട്ടികൾ റിവിഷനെ മറ്റൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ പഠിക്കേണ്ടി വരും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തിയറി സബ്ജക്റ്റുകളും പ്രോബ്ലം സബ്ജക്റ്റുകളും ലാംഗ്വേജുകളൊക്കെ ഉണ്ട്. അതായത് അക്കൗണ്ടൻസി ഒരു പ്രോബ്ലം പേപ്പറാണ്, കണക്കുകൾ ചെയ്ത് പഠിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ മാത്സ് ഓപ്ഷനുള്ളവർക്ക് കണക്കുകൾ ചെയ്ത് പഠിക്കാനുള്ളതാണ്. പക്ക തിയറി സബ്ജക്റ്റുകളുണ്ട്, അതായത് ബിസിനസ് സ്റ്റഡി പോലെ എക്കണോമിക്സ് പോലെ നമുക്ക് അത്യാവശ്യം എക്കണോമിക്സിൽ ചില കാൽക്കുലേഷൻ വരുന്നുണ്ടെങ്കിലും നമുക്ക് തിയറി പ്രോബ്ലം ബേസ് ഉള്ള പേപ്പേഴ്സ് വരുന്നതുകൊണ്ട് വളരെ പ്രധാനമായിട്ട് നമ്മുടെ റിവിഷനിൽ നല്ല മാറ്റങ്ങൾ വരുത്തിയിരിക്കണം. നല്ല ഒരു സ്റ്റഡി പ്ലാനും ഉണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പ്രോബ്ലം പേപ്പർ നമ്മൾ റിവിഷന് ഏറ്റവും പ്രധാനപ്പെട്ട റിവിഷൻ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏതൊക്കെ ഡേറ്റ്സിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കണം, നിങ്ങൾ അക്കൗണ്ടൻസി പോലുള്ള പ്രോബ്ലം പേപ്പറിന് എത്ര സമയം ചിലവഴിക്കണം, തിയറി പോലുള്ള സബ്ജക്റ്റ് വീണ്ടും നമ്മൾ ഒരുപാട് തവണ ഈ ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് വായിക്കലാണോ ശരി, അല്ലെങ്കിൽ അത് നമ്മൾ പോയിന്റ്സ് നോട്ടുകൾ എഴുതി ചില ഷോർട്ടുകളൊക്കെ എഴുതിയിട്ട് പഠിക്കലാണോ തിയറി എന്നുള്ള. അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായ പ്ലാന് നമ്മൾ മോഡൽ എക്സാമിനേഷന് മുമ്പേ നമ്മൾ സെറ്റിൽ ചെയ്യണം. നമുക്കറിയാം 17-ാം തീയതി നമ്മുടെ മോഡൽ എക്സാമിനേഷൻ വരുന്നതാണ്. ഈ മോഡൽ എക്സാമിനേഷൻ നിങ്ങൾ ഒരു സെമി ഫൈനലാണ് പബ്ലിക് എക്സാമിനേഷൻ്റെ. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ ഒരു പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന അതേ ഒരു ഫീൽ നിങ്ങൾ മോഡൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യണം. റിവിഷൻ കൃത്യമായി നടത്തണം. 10 ദിവസമെങ്കിലും നമ്മൾ മോഡൽ എക്സാമിനേഷന് മുമ്പേ നിങ്ങളത് കൃത്യമായിട്ട് റിവൈസ് ചെയ്തിരിക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, മോഡൽ എക്സാമിന് ശേഷം നമുക്ക് കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പബ്ലിക് എക്സാമിനേഷന് മുമ്പേ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. തീർച്ചയായും എന്ത് ഒരു റിവിഷൻ പ്ലാൻ ആണോ നിങ്ങൾ മോഡൽ എക്സാം വരെ നിങ്ങൾ ചെയ്തത്, അതിനുശേഷം നിങ്ങൾ മോഡൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്നു. മോഡൽ എക്സാം എഴുതുന്ന സമയത്താണ് നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാവുന്നത്. അയ്യോ ഇങ്ങനെയാണ് ചോദിക്കുക. കാരണം ഹാഫ് ഇയർ എക്സാമിനേഷനൊക്കെ ചെറിയൊരു മാറ്റം വന്നിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത്. അതുകൊണ്ട് ഞാൻ പഠിച്ച റിവിഷനെ എത്രത്തോളം ഇവിടെ എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അത് ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിരിക്കും. ഞാൻ പഠിച്ച രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ഈ വരുന്ന പബ്ലിക് എക്സാമിനേഷന് ഏത് രീതിയിലായിരിക്കും എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എവിടുന്ന്? മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പം മോഡൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ അവിടെ ചോദിച്ച ചോദ്യങ്ങളുടെ പാറ്റേൺ നോക്കിയിട്ട് വേണം നമ്മൾ മോഡൽ എക്സാമിന് ശേഷമുള്ള കുറച്ച് ദിവസം ഉണ്ടല്ലോ പബ്ലിക് എക്സാമിനേഷന് മുന്നേ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു റിവിഷൻ പ്ലാൻ സെറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടായിരിക്കണം. മോഡൽ എക്സാമിനേഷന് മുമ്പേ സെറ്റ് ചെയ്തും മോഡൽ എക്സാമിന് ശേഷം വരുന്നതും രണ്ടായിരിക്കും മിക്കവാറും. അതുകൊണ്ട് കൃത്യമായ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ആണ് മോഡൽ എക്സാമിന് ശേഷം നമുക്ക് കിട്ടുന്നത്. അവിടെയുള്ള റിവിഷൻ പ്ലാൻ പോലെ ആയിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ്റെ പെർഫോമൻസ്. അതുകൊണ്ട് രണ്ട് രീതിയിൽ, അതായത് റിവിഷൻ നമ്മൾ ചെയ്യുന്നത് മോഡൽ എക്സാമിനേഷന് മുമ്പെയാണ്, അതുപോലെ തന്നെ റിവിഷൻ നമ്മൾ മോഡൽ എക്സാമിന് ശേഷവും നടത്തുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലാണ് നമുക്ക് ഏത് രീതിയിലാണ് പബ്ലിക്കിന് ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അക്കൗണ്ടൻസിക്ക് ആണെങ്കിൽ നമ്മൾ പഠിച്ച ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കൽ ഉണ്ടാവും, പക്ഷേ അൺഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഉണ്ടായിരിക്കും. ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ജേണൽ എൻട്രികൾ കൂടുതൽ ചോദിക്കുക, ലെഡ്ജറിന് വിട്ട് ജേണൽ എൻട്രി കൂടുതൽ ചോദിക്കുക. തിയറിയിൽ ഒരു വേരിയേഷൻ വരിക, തിയറിയുടെ പ്രോബ്ലത്തിന് വേരിയേഷൻ വരുന്നു, അതായത് പ്രപ്പോഷണൽ വേരിയേഷൻ വരുന്നു. ഇത്ര തിയറി അല്ലെങ്കിൽ ഇത്ര പ്രോബ്ലം എന്നുള്ള പ്രപ്പോഷൻ മാറ്റി കൂടുതൽ തിയറി അല്ലെങ്കിൽ തിയറി കുറച്ചുകൂടി അധികം ചോദിക്കുന്നു, ജേണൽ എൻട്രികൾ അധികം ചോദിക്കും എന്നുള്ള പാറ്റേൺ ഒക്കെ വരാറുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക മോഡൽ എക്സാമിനേഷന്റെ സമയത്താണ്. എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി അതിനുശേഷമുള്ള റിവിഷനിൽ കൃത്യമായ മറ്റൊരു റിവിഷൻ പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് പബ്ലിക് എക്സാമിനേഷനിൽ പോകേണ്ടത്. അതുകൊണ്ട് കൊമേഴ്സുകാരുടെ റിവിഷൻ പാറ്റേൺ കുട്ടികൾക്കെല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷേ നിങ്ങളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രോബ്ലം പേപ്പറും തിയറി പേപ്പറും വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു കമ്പാരിസൺ ചെയ്തുകൊണ്ട് ചില ദിവസങ്ങൾ അധികം ആർക്ക് കൊടുക്കണം, കൂടുതൽ ടൈം ആർക്ക് കൊടുക്കണം, ഇതൊക്കെ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായ റിവിഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് റിവിഷനിൽ നിങ്ങളെ കൂടെ തന്നെ സൈലോ ഉണ്ടായിരിക്കും. മുഴുവൻ റിവിഷൻ പ്ലാനിലും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സൈലോ ഉണ്ടായിരിക്കും. സോ all the best.